ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ദളപതി പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദളപതി നഗർ എന്ന നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡായിട്ടാണ്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു വീട് പണിതായിരുന്നു. അതിന് നിങ്ങൾക്ക് പുറകെ കാണാം. പിന്നെ അതിനുശേഷം നമ്മൾ ടെമ്പററി ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ പെട്ടിയും കിടക്കുന്ന സാധനങ്ങളൊക്കെ മുങ്ങി അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് പൂച്ചയും പട്ടിയൊക്കെ കുതിരനൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. നമ്മളതിൻ്റെ ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മളൊരു ഫാം പണിയാൻ പോവാണ്. സോ ഫാം എന്ന് വെച്ചാൽ എൻ്റെ മൈൻക്രാഫ്റ്റിൽ എനിക്ക് ഫുഡ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനാണ്. അതിൻ്റെ ആനിമൽ ബ്രീഡിങ്ങിനും. സോ കാരണം വെജിറ്റേറിയൻ ഫുഡിനെക്കാട്ടും മൈൻക്രാഫ്റ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡിനാണ് എഫിഷ്യൻസിയും ഇതും കൂടുതൽ. സോ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡിന് വേണ്ടി ആനിമൽസിന് ബ്രീഡ് ചെയ്യാനും വളർത്താനും ഇവിടെ ഒരു വെജിറ്റബിൾ ഫാം വേണം. നമ്മൾ മറ്റേ അതിനും കൂടെ വേണം. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ ഫാം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് പണി ഉദ്ദേശിക്കുകയാണ്. അതിന് വേറെ സാധനം കാണിച്ചത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിന് മുമ്പ് സാധനം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ടണൽ എന്നത്തിന് മിഡിലായിട്ട് വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ എലവേറ്ററാണ്. പക്ഷേ ഇപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത് ഈ വരി കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ഞാൻ സ്റ്റെപ്പൊക്കെ എടുത്ത് കളയും. ഇതിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വാട്ടർ ഇല്ല. ഞാൻ വാട്ടർ പിന്നെ വെച്ചാൽ ഞാൻ അതിന് സ്കാർഫോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനുള്ള റിസോഴ്സസ് എനിക്കില്ല. ബാമ്പൊക്കെ ഉണ്ട്, പക്ഷേ സ്ട്രിങ് ഇല്ല. ഇപ്പോൾ സ്കാർഫോൾഡ് ഇപ്പോൾ ഞാൻ വാട്ടർ എലവേറ്റർ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഗെയിമിലേക്ക്. അതിൻ്റെ ഇത്രയും ഡീപ്പായിട്ട് വാട്ടർ എലവേറ്റർ പ്ലാൻ ചെയ്യുന്നത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഫാമിലേക്കുള്ള പണി. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മുടെ ഒരു ഐലൻഡുമായിട്ട് കട്ട് ജോയിൻ്റ് ആയിട്ടാണ് നമ്മുടെ ഫാമൊക്കെ പോകുന്നത്. ഒരു 90x90 ഒക്കെ. സോ ഇത് മെല്ലെ നമുക്കിങ്ങനെ നമുക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഫസ്റ്റ് അത് പോയി. ഇപ്പം ഇവിടെ ഏറ്റവും വലിയ തിരക്ക്. അയ്യോ ഗൈസ്, ഞാൻ ആ പ്രോബ്ലം ഫിക്സ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ പ്രോബ്ലം ഫിക്സ് ചെയ്തു. നമുക്ക് മെല്ലെ ഓരോ സ്റ്റെയർസ് ഇങ്ങനെ നമ്മൾ ലേഔട്ട് അനുസരിച്ച് വെച്ച് അത് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ടൈം ലാപ്സ് ഇടുന്നതായിരിക്കും. വോയിസ് നമ്മുടെ ഒരു ലേഔട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ബോർഡർ ലൈൻ കഴിഞ്ഞ് നമ്മൾ ഫാം ലാൻഡാണ് പണിയുന്നത്. അത് നമ്മുടെ കൃഷി ചെയ്യാനുള്ള സ്ഥലം. അത് ഡേർട്ട് വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ 8x8 ഡേർട്ടിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പണിയുന്നത്. കാരണം 8x8 4 പ്ലാറ്റ്ഫോം, 8നും പൊട്ടറ്റോയ്ക്കും ബീട്രൂട്ടിനും ക്യാരറ്റിനായിട്ട് ഓരോന്ന് ഞാൻ ഓരോ പ്ലാറ്റ്ഫോമായിട്ട് ഇങ്ങനെ പണിയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളിവിടെ ഒരു 8x8 ടണൽ. അപ്പം അതിന് നമ്മളിവിടെ ഈ ഒരു ബോർഡർ നോക്കി ഇവിടെ നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം അവസാനിച്ചു. നമ്മുടെ വീട്ടിൻ്റെ പ്ലാറ്റ്ഫോം ഇത് അവസാനിച്ച് ഇനി ഞാൻ ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ചെയ്യുക. അത് ഇച്ചിരി ബോറിങ് ആയത് നമുക്കിച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ അങ്ങ് തീർത്തു. ഇനിയും നമ്മൾ വീണ്ടും അടുത്ത പ്ലാറ്റ്ഫോമിൻ്റെ കോറിഡോർ സിസ്റ്റം ഒന്ന് പണിയുക. അതായത് അടുത്ത പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. നമ്മളിവിടെ ഈ കോറിഡോർ സിസ്റ്റം പണിയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ ഇതേ ഒരു ലേഔട്ട് അനുസരിച്ച് നമ്മൾ നീട്ടണം. ഇച്ചിരി ടഫാണ്. പറഞ്ഞ് സ്റ്റെയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് ക്ഷമിക്കണം. ഇതുണ്ട്, പനിയുണ്ട്, അതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ക്ഷമിക്കണം. നമ്മളിതിങ്ങനെ മെല്ലെ വെച്ച് പോകുന്നു. ഇതുവരെ ഈ ചാനൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് അടിക്കുക. ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ടൊക്കെ കമൻറ്റ് ഇടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ലാബ് വെച്ച് നമ്മൾ പ്ലാറ്റ്ഫോംസ് നടുക്കും ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. കാരണം ഇല്ല എനിക്ക് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഫാമിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ അങ്ങ് പണിത് തുടങ്ങാം. നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് അപ്പം ഇച്ചിരി ലാഗ് കൊണ്ട് ഡിവൈസ് ലോഡാകാൻ ഞാൻ മേജർ ഓഫ് നമ്മുടെ നമ്മൾ ഈ മണ്ടയ്ക്ക് തന്നെ ചെയ്തിട്ട് പണിയുന്നത്. നമ്മൾ നേരത്തെ ഫാം പണിയാൻ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഒരു ഹൊയ്ഡൊക്കെ ഉള്ളതായിരുന്നു. ഇതൊക്കെ ഫില്ല് നല്ല ബോറിംഗ് ആണ്. ഇതൊക്കെ ഞാൻ നല്ലപോലെ ഫാസ്റ്റ് ഫോർവേഡ് ഒക്കെ ഇട്ട് പോകുന്നതാണ്.
ഓക്കെ, ഇപ്പോൾ ഗൈസ് ചെറിയൊരു അലമ്പ് കാണിച്ചു, അതും ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ അടച്ചു പോകും, ക്ലോസ് ചെയ്യുക. ഇതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്, ഇച്ചിരി ക്രിയേറ്റിവിറ്റി ഉള്ള പരിപാടി. ഇതും ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ 2 പ്ലാറ്റ്ഫോം കഴിഞ്ഞ് നമുക്ക് ഈ കോൾ ഡ്രോൺ ഇട്ടൊന്ന് നിങ്ങളെ വട്ടമായിരിക്കില്ല, ഇതൊന്ന് കോൾ ഡ്രോൺ ഈ ഒരു പരിപാടി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് അതും ഇതൊക്കെ പ്രോബ്ലമാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഇത് ചെയ്യാനെന്ന് പറയാം. എന്താ ഇതിങ്ങനെ മെല്ലെ വെച്ച് പോകണം. ഇങ്ങനെ ആക്കുന്നൊരു അളവ് കിട്ടുന്നില്ല. ഇങ്ങനെ പോയി ഇങ്ങനെ മെല്ലെ വെച്ച് പോകണം. ഒക്കെ എനിക്ക് ക്രിയേറ്റ് അടിപൊളി. ഇപ്പം നമ്മൾ പല പ്രാവശ്യം ഓരോന്ന് കാണിക്കും, ഇതിലൊക്കെ ചെന്ന് പെടും. കുറച്ച് മുമ്പ് നേരെ ചാടിയിട്ട് ക്രീപ്പറിൻ്റെ മണ്ടയ്ക്കാണ്. ഇവിടെ നമ്മൾ സ്ലാബ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ ഫസ്റ്റ് 2 പ്ലാറ്റ്ഫോം, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇനി വേറെ 2 പ്ലാറ്റ്ഫോമും കൂടെ വരാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തും ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മുടെ ഈ സൈഡ് നമ്മുടെ പൊട്ടറ്റോ വരും, ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ബീട്രൂട്ട് വരും. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം. ഇതൊക്കെ ഇച്ചിരി ഭയങ്കര പാടാണ്. എന്ത് ഇതൊക്കെ എങ്ങനെ വെച്ചാൽ അവിടെ വെച്ച് അടയ്ക്കുന്നത്? ഞാനൊരു അലൈൻമെൻറ്റ് തെറ്റി അവിടെ കിടന്നു നമ്മൾ നേരെ പോയ ക്രീപ്പർ ഉണ്ടാക്കി വീഴും. ബെസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നി ഞാനായതുകൊണ്ട് ഇങ്ങനെ കാണിക്കൂ, അതേപോലെ കൂട്ടാ. ഓക്കെ, പിന്നെ എടുത്തു. ഓക്കെ, ഇനി ഇവിടുന്ന് പിന്നെ സ്റ്റെപ്പ് വെച്ച് ഞാൻ വട്ടം വരയ്ക്കണം. ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഇനി അവിടെ നിന്ന് ഞാൻ ഒന്നുകൂടെ പോയിട്ട് വളച്ചൊക്കെ തിരിയണം. ഇതൊക്കെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഇപ്പം അങ്ങനെ വെക്കുന്നതെന്നും പോലും അറിയത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യത്തെ ആ ഒരു പരിപാടിയും തീർത്ത് ഇനി നമ്മൾ ബീട്രൂട്ട് ഫാമിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പണിയിലേക്കാണ്. അത് മതി, ഇത്രയൊക്കെ നീട്ടിയാൽ മതി. ഇവിടെ ഇനി സ്ലാബ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഫാമിൻ്റെ പ്ലാറ്റ്ഫോം. നമ്മളെല്ലാം വെൽ പ്രിപ്പയർ പ്ലാനില്ല. ഞാൻ അത്യാവശ്യം റിസോഴ്സസിന് വേണ്ടിയൊക്കെ ഗ്രൈൻഡ് ചെയ്തായിരുന്നു. എന്ത് പറ്റാൻ തയ്യാറ് വന്നത് എനിക്ക് അറിയത്തില്ല. അത്രേ ഉള്ളൂ. പൊട്ടേ ഡിവൈസ് നല്ല ലാഗുണ്ട് കേട്ടോ. ഇനി പിന്നെ ഇതിങ്ങോട്ടേക്ക് നീട്ടണം, എനിക്ക് മേലെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ പരിപാടി അത്യാവശ്യം വൃത്തിയാക്കി. ഇനി ഇവത്തെ വെള്ളം നിറയ്ക്കുക. ഇങ്ങനെയാണ് ഇത് വെള്ളം നിറയുന്നത്. ഇങ്ങനെ വെള്ളം നിറയ്ക്കാൻ പോയാൽ ഇയാളെ വന്ന് നീരില്ലല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്ന് പോട്ടെ. ചേടാ, ഇത് എല്ലാം തീരുമോ? ഇതിപ്പോൾ തന്നെ തീർത്തേക്കാം, ഇപ്പോൾ പാസ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വെള്ളം ഇട്ട് നിറയ്ക്കുന്ന പരിപാടിയൊക്കെ തീർത്തു. ഇനി ഇപ്പം നമ്മളിവിടെ പ്ലാന്റേഷൻ്റെ പരിപാടിയാണ്. പോയി വെച്ചടിക്കുക, ചെടി കൃഷി ചെയ്യുക. ഓക്കെ, ഞാൻ പെട്ടെന്ന് കൃഷി ഇതിട്ടിങ്ങനെ അടിക്കും. ഇത് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ ഇത്രയും ഡ്യൂറേഷൻ സമയം നമുക്ക്. ഓക്കെ, ഇത് നമ്മുടെ വീറ്റ് ഫാം. വീറ്റ് സീഡ് ചുമ്മാ അടിച്ചടിച്ച് കൊടുക്കാം. ഇത് ആക്ച്വലി ഒത്തിരി ലാൻഡ്
എനിക്ക് പനിയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊണ്ട വരണ്ടെന്ന് പേടി എന്ത് ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും. അപ്പോൾ ബോറിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരിക്കാം. അത്യാവശ്യം നല്ല സീഡുണ്ട് കേട്ടോ. ഈ പ്ലാറ്റ്ഫോം ഒറ്റയടിക്ക് നിറഞ്ഞ് ഈ നനഞ്ഞ ഭാഗത്ത് വെക്കുന്ന പ്ലാന്റൊക്കെ പെട്ടെന്നൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇത് ഇച്ചിരി മടുപ്പിക്കുന്ന നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് ഇപ്പം നൈറ്റ് ആവുന്നതിന് ഒരു സോംബീസ് സ്പോണാവും. പിന്നെ ഇതെല്ലാം അലമ്പാക്കും. സോംബീസ് എല്ലാം ക്രീപ്പർ അലമ്പാക്കും. അതിനിപ്പോൾ അത്ര ഒരു അലമ്പത്തരത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തദ്ദേശം ഞാൻ കാണിക്കാമൊക്കെ അതിനെ മറന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചാളാ. ഓക്കെ, നമ്മൾ ഡ്രെയിൻസ് നൈസായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഫാമിൻ്റെ പരിപാടിക്ക് ഇറങ്ങുവാണ്. എവിടെ നിന്നൊരു പെയിൻറ്റിങ് ഉണ്ട് അവിടെ. ഇപ്പം കടിച്ചു പറിച്ച് വേണം ഈ ജന്തു. എൻ്റെ അടി മാക്കാച്ചി മോറൻ അല്ല മാക്കാച്ചി. ഇത് മാക്കാനല്ല, മാക്കാച്ചില്ലല്ലോ. ഇപ്പോൾ തന്നെ അവിടെ ഒരു ഐശ്വര്യമുണ്ട്. ഇങ്ങനെ ഓരോന്നും കാണിച്ച് മെല്ലെ ഞാൻ ഈ ആകാശത്തിനൊരു പാരഡൈസ് പണി. അത്ര ഇവിടെ കഥ വളരെ വെച്ചാ. ഓക്കേ, നമ്മൾ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ഇല്ല എനിക്കറിയുന്നു. കാരണം ഇവിടുത്തെ ലെന്ത് പ്ലാന്റ് ആക്ച്വലി ഇത് നമ്മുടെ ക്യാറ്റ് ഫാമാണ്. അതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതിനത് കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം ആ പ്ലാൻ ചെയ്യുന്ന സാധനത്തിന് ഒരു സ്റ്റാക്ക് വേണ്ടി വരും. കിട്ടുന്നത് 2 സ്റ്റാക്കിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ബീട്രൂട്ട് ഫാം. നമ്മുടെ പൊട്ടറ്റോ ഫാമിൻ്റെ പരിപാടി ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ട്. പക്ഷേ വളരെ കറക്റ്റായി പോയി. ഇപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കളിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായി പോയി. അപ്പോൾ ഇച്ചിരി ബോറിങ്, ഇന്നത്തെ എപ്പിസോഡ് ബോറിങ് എന്നറിയാം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയോട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും എൻ്റെ ഫാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും തരാൻ വേണ്ടി ഇപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വീണ്ടും കാണാതായിരിക്കും. ഗുഡ് ബൈ.